ഹലോ, ഞങ്ങളുടെ ജിമ്മിലെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചാലയിൽ മൊത്തം 10-15 പ്രാവശ്യം കയറി ഇറങ്ങി. ഡ്രസ്സ് എടുക്കുന്ന പേരിലായാലും അവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്കാണെങ്കിലും ഒക്കെ 15 ദിവസത്തോളം ചാലയിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞത് ഞാൻ ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചാലയ്ക്കകത്ത് ഇത്രയും പ്രാവശ്യം പോകേണ്ടി വരുന്നത് കേട്ടോ. പക്ഷേ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഭംഗി എങ്ങനെ കൂട്ടാം എന്നുള്ളതായിരുന്നു മൈൻഡ് മൊത്തം. പ്രോഗ്രാം നടക്കുന്ന തമ്പാനൂർ സിൽവർ സാൻഡ് ഹോട്ടലിലായിരുന്നു. അങ്ങനെ തലേ ദിവസം, അതായത് 23-ാം തീയതി ഈവനിങ് ഞങ്ങൾ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളും കൂടാതെ പ്രാക്ടീസും എല്ലാം ഞങ്ങൾ വളരെ ഭംഗിയാക്കി ക്ലിയർ ചെയ്തു. ഡെക്കറേഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. 24-ാം തീയതി 10:30-ക്കായിരുന്നു കേട്ടോ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ, ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. ട്രെയിനറായ ജീജ ചേച്ചിയും ബ്രദറിൻ്റെ വാവ മണിക്കുട്ടി, ഞങ്ങളുടെ ജിമ്മേറ്റ്സായ ബിസ്മിയേച്ചിയുടെ സുഗന്ധിയേച്ചിയുടെ മക്കളും ചേർന്ന് വിളക്ക് കൊളുത്തിയാണ് നമ്മുടെ ജിമ്മോണം ഐശ്വര്യമായി തുടങ്ങി വെച്ചത്. വളരെ വിഷമം തോന്നിയൊരു കാര്യം അവിടുത്തെ സൗണ്ട് സിസ്റ്റം കൊള്ളത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആകാശഗംഗ മൂവിയിലെ കോവലനും കണ്ണകിയാണ് നമ്മൾ തിരുവാതിരയ്ക്കായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും നമുക്ക് കേൾപ്പിക്കാൻ, ആ പാട്ടൊന്നും കേൾപ്പിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല. അതുകൊണ്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ പാട്ടിൻ്റെ വരിയെങ്കിലും എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. മോർണിംഗ് ബാച്ച്, ഈവനിങ് ബാച്ച് 2 സെക്ഷനായിട്ടാണ് നമ്മുടെ ജിം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് ഗ്രൂപ്പ് സോങ് ആയിരുന്നു, അത് മോർണിംഗ് ബാച്ചുകാരുടെ ആയിരുന്നു. അടുത്തത് മലയാളവും തമിഴും ഒക്കെ മിക്സ് ആക്കിക്കൊണ്ടൊരു ചെയിൻ സോങ് ആയിരുന്നു. അത് ഒരു 5 പാട്ടോളം ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന ഈവനിങ് ബാച്ചുകാരുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അത്. അടുത്തത് കിഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഇത് പഠിപ്പിച്ചത് ഞാനാണ്. എൻ്റെ ബ്രദറിൻ്റെ വാവ മണിക്കുട്ടി ഉൾപ്പെടെ 3 പേര്, അതായത് ബിസ്മിയേച്ചിയുടെയും സുഗന്ധിയേച്ചിയുടെയും 2 പേരുടെയും മക്കളും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം മോർണിംഗ് ബാച്ചുകാരുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ പാട്ടും നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് വരുമെന്നുള്ളൊരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് കേട്ടോ. കിഡിലം പാട്ടുകളായിരുന്നു എല്ലാവരും ഡാൻസിന് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈശ്വര പ്രാർത്ഥന പാടിയ അനുരക്കുട്ടിയുടെ നെക്സ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സിംഗിൾ സോങ് ചിന്ന ആസയാണ് പാടിയത്. അതും കേൾപ്പിക്കാൻ നിർവാഹമില്ല. അടുത്തത് നമ്മൾ സാരി ഉടുത്തുകൊണ്ട് എങ്ങനെ സുംബ കളിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതും നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സാരി ആയാലെന്താ, ഏത് വേഷമായാലെന്താ, നമ്മൾ പെർഫോം ചെയ്യേണ്ടത് പെർഫോം ചെയ്യും കേട്ടോ. അടുത്തത് വീണ്ടും അനുരക്കുട്ടിയുടെ ഒരു പാട്ടായിരുന്നു, ഏതോ ജന്മകൽപ്പനയിൽ, പഴയ സോങ് ആയിരുന്നു. പിന്നെ ആദ്യയും ആർദ്രയും 2 പേരെയും ഞാൻ വീണ്ടും ഒരു സോങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു സോങ് അല്ല, അത് വീണ്ടും ചെയിൻ സോങ് തന്നെയാണ്. അടുത്തത് നിഷ ചേച്ചിയുടെ അറിയാതെ രാവണപ്രഭുവിലെ പാട്ടായിരുന്നു. അത് സൂപ്പറായിട്ട് ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. വളരെയധികം വിഷമമുണ്ട് കേട്ടോ ഈ വീഡിയോ ഇടുമ്പോൾ. ഈ ഒരു മനോഹരമായ പരിപാടികൾ അവതരിപ്പിക്കാൻ രാപ്പകലില്ലാതെ നമ്മളെ സഹായിച്ച കൂട്ടുകാർക്കും നമ്മുടെ എല്ലാം പ്രിയങ്കരയായ ട്രെയിനർ ജീജ ചേച്ചിക്കും മറ്റു കൂട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു കേട്ടോ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പ്രോഗ്രാമിന്റെ ആങ്കറിങ് ആരായിരുന്നു എന്ന്. പിന്നോട്ട് ഈ പ്രോഗ്രാമൊക്കെ ഓർക്കുമ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. 1:45 ആയപ്പോൾ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി എന്ന് താഴെ ആൾക്കാർ വന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. നല്ല രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കുന്നതായാലും ഞങ്ങൾക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു ഫുഡ് കഴിക്കുന്നിടത്ത്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ അത്യാവശ്യം സൂപ്പറായിരുന്നു ഫുഡ്.
രാവിലെ ഡാൻസും മറ്റു പ്രോഗ്രാംസും ഒക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഗെയിംസ് വെച്ചു കേട്ടോ. കാര്യം വെച്ചാൽ സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുമല്ലേ, ഒരു എക്സസൈസ് ആവുമല്ലോ. ആദ്യം മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് മാറി നിന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അതെന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമ്മളൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എത്രത്തോളം ഭംഗിയാവുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു തോന്നൽ, അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ ഓഫ് സന്തോഷമാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു. ഗെയിംസൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഒരു മെയിൻ ഗെയിമാണല്ലോ സുന്ദരിക്ക് പൊട്ടുകുത്തൽ. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകുത്തലും ഉണ്ടായിരുന്നു. അതിനുശേഷം പാസിംഗ് ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. എല്ലാ ഗെയിമും വളരെയധികം നമ്മൾ എൻജോയ് ചെയ്തു. എന്തുകൊണ്ട് ഗെയിമിൻ്റെ എങ്കിലും വോയിസ് കേൾപ്പിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഇതെല്ലാം മ്യൂസിക് ബേസ് ചെയ്തുള്ള ഗെയിമുകളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്കതും ബാക്ക്ഗ്രൗണ്ട് ഒന്നും കേൾപ്പിക്കാൻ പറ്റാത്തത്. അങ്ങനെ എല്ലാ രസകരമായിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗെയിമായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് ഗെയിമാണല്ലോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗെയിം. അതായത് ഒരാളൊരു സ്റ്റെപ്പ്, എല്ലാവരും തിരിഞ്ഞു നിൽക്കുക, ഒരാളൊരു സ്റ്റെപ്പ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക, അതിനെങ്ങനെ പാസ് ചെയ്ത് ഏറ്റവും എൻഡിലെത്തുമ്പോൾ ആദ്യം കളിച്ച ആളുടെ ആ സ്റ്റെപ്പായിരിക്കില്ല നമ്മുടെ എൻഡിൽ നിൽക്കുന്ന ആൾ കാണിക്കാൻ പോകുന്നത്. അതായിരുന്നു ഈ പ്രോഗ്രാമിൽ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ്, എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പറയുകയാണ്. അതാണ് ഈ ഗെയിമിലെ ഒരു രസം. ഓക്കെ, അപ്പൊ അത് കാണിച്ചു തരും. അതിന് ഏത് സ്റ്റെപ്പ് കാണിച്ചു തരുന്നത്? അങ്ങനെ നമ്മുടെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് മേടിച്ച എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡാൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടിക്കുറുമ്പത്തികൾക്ക് നമ്മുടെ ജീജ ചേച്ചി ട്രെയിനർ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. നമ്മുടെ ട്രെയിനറായ ജീജി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളുടെ കയ്യിലാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരതിന് കുളമാക്കി കയ്യിൽ തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ മിസ്സായി. അതിനുശേഷം നമ്മുടെ മലയാളി മംഗളുടെ ഒരു റാമ്പ് വോക്കായിരുന്നു കേട്ടോ. അതും കേൾപ്പിക്കാൻ നിർവാഹമില്ല, മ്യൂസിക് ഇല്ലാണ്ട് എന്ത് റാമ്പ് വോക്കാ. അങ്ങനെ റാമ്പ് വോക്കും കഴിഞ്ഞ ശേഷം കലാശക്കൊട്ടെന്നോണം ഒരു അടിപൊളി സോങ് ഒക്കെ ഇട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും പിന്നെ ഡാൻസ് ആയിരുന്നു. നിലത്തൊന്ന് നേരെ ചൊവ്വേ ആരും നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഞങ്ങളുടെ 2025 ജിം ഓണം ഞങ്ങൾ തകർത്ത് പൊളിച്ചടുക്കി കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.